evening, one and all. Welcome to this commemorative event where we are celebrating the legacy of Maharaja Rajarshi Ramavarma, who ruled Cochin for 19 very exciting years, and he is whom many consider as the father of modern Cochin. So it's an absolute honor to have you all here, especially such a wide array of leaders from public life and industry and commerce, which kind of represents a broad history of Cochin itself. Cochin, as you all know, was a small princely state in peninsular India. For a rather small state, it had an incredibly eclectic mix of communities and a vibrant economy built from the back of trade and commerce is the base of our state's history. So it's our honor to have leaders from Cochin's industry to be present here, as well as our public representatives. The whole event is being organized under the banner of Cochin Royal Family Foundation, which is a non-profit which works on various welfare activities of the erstwhile Cochin Royal family, but also its activities are in the conservation of the cultural as well as heritage aspects of the erstwhile princely state of Cochin. So this whole event is going to be divided into two parts. The first part is a very momentous occasion where the Kochi Metro is finally coming to Tripunithura. The Tripunithura station is soon going to be inaugurated, and then the royal family is handing over a life-size portrait of the Maharaja, who in fact is a very important person in the railway history of India, because he's the one who introduced railways into the state. The second half will be a panel discussion. We have an incredible panel of leaders from industry and commerce who had the privilege to join us today. And we'll have a small informal panel discussion on the topic of Cochin, its past, present and future. Right? So before we start today's event, we'll start with a small invocation prayer. Yeah, thank you. I invite Varsha. May I now invite the president of Sierra Foundation, Ramadhan Tambrano, to share the presidential address with us. ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MLA കെ ബാബു, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, KMRന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ബിനു ജോസഫ്, നമ്മുടെ ചെയർപേഴ്സൺ രമ സന്തോഷ്, കൗൺസിലർ രാധിക വർമ്മ, GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള സാർ, എൻ്റെ മുന്നിരിക്കുന്ന പ്രൗഢ ഗംഭീരമായ സദസ്സ്, പൗലോസ് സാറുണ്ട്, മറ്റ് കൊച്ചിയുടെ പല മേഖലകളിൽ നിന്ന് വന്ന പ്രമുഖ വ്യക്തികളുണ്ട്, രാജർഷിയുടെ ഗ്രാൻഡ് ഡോട്ടർ ഉമ്മ ചേച്ചി, ഗ്രാൻഡ് ഡോട്ടർ നന്ദിനി ചേച്ചി, അതുപോലെ പുറംപ്രേക്ഷ ക്ഷേത്ര സമിതി സെക്രട്ടറിയും എൻ്റെ സുഹൃത്തുമായ പ്രകാശകൻ വാസുദേവൻ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിയതിൽ തന്നെ വളരെ സന്തോഷം. ദീർഘമായ ഒരു
അധ്യക്ഷ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം രാജർഷിയുടെ ഈ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ സ്ഥാപിക്കുന്ന രാജർഷിയുടെ ഛായാചിത്രം നമ്മുടെ രാജകുടുംബത്തിൽ നിന്നും KMRL കൈമാറുന്ന ഒരു ചടങ്ങിനാണ് ഇന്ന് ഏറ്റവും പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബഹുമാനായ അധ്യക്ഷൻ, കൊച്ചി രാജകുടുംബ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ രാമഭദ്രൻ തമ്പുരാൻ, ബഹുമാനരായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ശ്രീ വിനു കോശി, ശ്രീമതി രമ സന്തോഷ്, ശ്രീ കെ ചന്ദ്രൻപിള്ള, ശ്രീമതി രാധിക വർമ്മ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കൊച്ചി രാജവംശത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിരുന്ന രാജർഷി രാമവർമ്മ തമ്പുരാൻ്റെ സ്മരണ നിങ്ങളോടൊപ്പം ഞാൻ പുതുക്കുന്നു. പക്ഷേ ഇൻ്റഗ്രേഷന് ശേഷം രാജ മരണം അവസാനിച്ചതിന് ശേഷം രാജാവിനെ അനുസ്മരിക്കുന്ന തൃപ്പൂണിത്തുറയിൽ അപൂർവമായി നടന്നിട്ടുള്ള ചടങ്ങാണ് ഇന്ന് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രാജകുടുംബാംഗങ്ങൾക്കിടയിൽ ഈ അനുസ്മരണമൊക്കെ നടക്കാറുണ്ടായും, പക്ഷേ പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു അനുസ്മരണം നടക്കുന്ന ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആധുനിക കൊച്ചിയുടെ പിതാവായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാജർഷി രാമവർമ്മ തമ്പുരാനെ കുറിച്ച് ഇവിടെ ഹിസ്റ്റോറിയൻ എന്നുള്ള നിലയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് വിശദമായി സംസാരിക്കുമെന്ന് കരുതുകയാണ്. അതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചിയിൽ റെയിൽ, തുറമുഖ, വ്യോമയാന സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു നഗരമാണ്.
മറ്റ് പല നഗരങ്ങൾക്കും ഇല്ലാത്ത ഒന്നാണ്. എല്ലാ മാർഗങ്ങളുമുള്ള, ഗതാഗത മാർഗങ്ങളുമുള്ള നഗരം എന്നുള്ള നിലയിൽ കൊച്ചി വളരെ പ്രത്യേകതയുള്ള ഒരു നഗരമാണ്. ആ കൊച്ചി നഗരത്തിലേക്ക് ഇന്നിപ്പോൾ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ കൊച്ചി നഗരത്തിലേക്ക് റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ശ്രീ രാജർഷി തമ്പുരാനാണ് എന്ന് ചരിത്രം വിലയിരുത്തിയിട്ടുള്ളതാണ്. പഴയ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്ന ഷൊർണൂരിൽ നിന്ന് കൊച്ചിയുടെ ഭാഗമായ കൊച്ചിയിലേക്ക്, തൃശ്ശൂർ കൊച്ചിയിലേക്ക് റെയിൽ സ്ഥാപിക്കുന്നതിന് മലബാർ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറല്ലാതിരുന്നൊരു സന്ദർഭത്തിലാണ് കൊച്ചിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് രാജർഷി കേരള രാമവർമ്മ തമ്പുരാൻ റെയിൽ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചി രാജകുടുംബത്തിൻ്റെ കുലദേവത എന്ന് പറഞ്ഞാൽ പൂർണ്ണത്രയീശനാണ്. അവിടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ 15 ആനകളെയാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത്. ആ 15 ആനകൾക്ക് ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചാർത്തുന്ന നെറ്റിപ്പട്ടത്തിൽ 14 വിറ്റ് പണം സമാഹരിച്ചാണ് ഈ റെയിൽ നീട്ടിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഭരണാധികാരികളൊന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അവർക്കില്ലാതിരുന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് തന്നെ കൊച്ചിയുടെ അടിസ്ഥാന വികസനത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തു. കൊച്ചിയെ ഒരു വാണിജ്യ നഗരമാക്കി വളർത്തുന്നതിൽ റെയിൽവേ ഒരു വലിയ പങ്കുണ്ട്. അത് സ്ഥാപിക്കുന്നത് ഇദ്ദേഹമായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി സ്മരിക്കാം. അതുപോലെ തന്നെ ഭരണാധികാരി എന്നുള്ള നിലയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു രാജാവാണ് അദ്ദേഹം. പ്രജാവാത്സല്യം ഒരുപക്ഷെ രാജാക്കന്മാരൊക്കെ പുലർത്തിയിട്ടുണ്ടാവും. പക്ഷേ വികസന കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉള്ള പ്രവർത്തനം, എല്ലാ മേഖലയിലും സമഗ്രമായ വികസനം നടത്തുന്നതിന് കഴിഞ്ഞ ഒരാളാണ് ഇന്നിവിടെ അനുസ്മരിക്കപ്പെടുന്ന തമ്പുരാൻ. തൃപ്പൂണിത്തുറ ഇവിടെ പൗലോസ് സാറുണ്ട്. സംസ്കൃത പാഠശാലയായി ആരംഭിച്ച ഇന്നത്തെ സംസ്കൃത കോളേജ് അദ്ദേഹം സ്ഥാപിച്ചതാണ്. അതുപോലെ ആയുർവേദ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അദ്ദേഹം തുടക്കമിട്ടതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ കേരളവർമ്മ കോളേജും എറണാകുളം മഹാരാജാസ് കോളേജും എല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ്. അതുപോലെ തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആസ്പത്രി ഘട്ടം ഘട്ടമായി ഇന്ന് താലൂക്ക് ആസ്പത്രിയായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് ആരംഭിച്ചത് ഇദ്ദേഹം ഒരു കിടത്തി ചികിത്സയോടുകൂടി ആരംഭിച്ചത് രാജർഷി തമ്പുരാൻ്റെ രാമവർമ്മ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ള കെട്ടിടം മുൻവശത്ത് തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളതിന് ഒരു മോണമെൻ്റായി നിലനിർത്തിയിട്ടുള്ളതിൻ്റെ കാരണം തന്നെ അത് പഴയ ചരിത്രം ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഖജനാവിൻ്റെ കാര്യങ്ങൾ. അപ്പം നമുക്ക് എല്ലാ സർക്കാരുകളും കടം കൂടുതൽ, കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും കൂടുതൽ കടം വാങ്ങി പണം കണ്ടെത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്നാൽ ശ്രീ രാജർഷി രാമവർമ്മ തമ്പുരാൻ്റെ കാലത്ത് അദ്ദേഹം കടം വാങ്ങാതെ തന്നെ
നമ്മൾ ഖജനാവ് നിറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫലമായി കൊച്ചി രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനം 20 ലക്ഷത്തിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ 45 ലക്ഷമായി ഉയർത്താൻ സാധിച്ചു. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ടാക്സ് കളക്ഷനിൽ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത നിലയിൽ പൂവിൽ നിന്ന് തേനൂറ്റുന്നത് പോലെ, പൂമ്പാറ്റ തേനൂറ്റുന്നത് പോലെ ടാക്സ് പിരിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഖജനാവ് പണം എത്തിക്കുന്നതിന്, റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതുപോലെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതായി മനസ്സിലാക്കുകയാണ്. ഇവിടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് എറണാകുളത്ത് ഒരു ഇന്ന് അധികം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന എറണാകുളത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. ആ എറണാകുളം സെൻട്രൽ സ്റ്റേഷനും അതുപോലെ ടൗൺ സ്റ്റേഷൻ, നോർത്ത് സ്റ്റേഷനും പുറമെ മുമ്പ് ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ടൗൺ സ്റ്റേഷനാണ്. അത് സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ ധാരാളം കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലായാലും ആതുര സേവന മേഖലയിലായാലും വികസന രംഗത്തായാലും എല്ലാം അദ്ദേഹം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി വലിയ ഒരു വിഷണറിയായി പ്രവർത്തിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചരിത്രം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ അദ്ദേഹം സ്ഥാനത്യാഗം കൂടി ചെയ്ത ഒരു തമ്പുരാനായിരുന്നു. എല്ലാവരും സാധാരണഗതിയിൽ ഒരു രാജാവ് ഭരണമേറ്റാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം അടുത്ത രാജാവ് വരുന്ന കീഴ്വഴക്കത്തിന് വിരുദ്ധമായി അദ്ദേഹം ഭരണം ഉപേക്ഷിച്ച ഒഴിഞ്ഞ തമ്പുരാൻ എന്ന് അറിയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ നിലയിൽ ഭരണം ഉപേക്ഷിച്ച ഒരാളാണ് അദ്ദേഹം, സ്ഥാനത്യാഗം ചെയ്ത ഒരാളാണ്. അപ്പോൾ എല്ലാ നിലയിലും അനുസ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട റെയിൽവേ സ്റ്റേഷൻ വന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ പേരിടും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, പല നിർദ്ദേശങ്ങളും ഉണ്ടായി. പക്ഷെ അന്നത് ഉണ്ടായില്ല. ഏതായാലും ഇപ്പോൾ പുതുതായി പൂർത്തിയാകുന്ന ഈ ഗവൺമെൻറ് താല്പര്യമെടുത്ത് എസ് ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുതിയ മെട്രോ റെയിൽ സ്ഥാപിക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി രാജർഷി രാമവർമ്മ തമ്പുരാൻ്റെ ഒരു ഛായാചിത്രം ഇന്നിവിടെ കൊച്ചിൻ പാലസ് ട്രസ്റ്റ് കൈമാറുകയാണ്. ഈ സന്ദർഭത്തിൽ സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതൊരു ഛായാചിത്രം കൈമാറ്റ ചടങ്ങ് എന്നുള്ളത് മാത്രമല്ല, നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അന്നത്തെ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയെക്കുറിച്ച് അനുസ്മരിക്കുന്നു എന്നുള്ളതോടൊപ്പം പുതിയ തലമുറയ്ക്ക് ആ ചരിത്രം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായി ഇത് മാറുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കൊച്ചി രാജകുടുംബത്തെയും അതുപോലെ ഈ ചിത്രം സ്ഥാപിക്കുന്നതിന് താല്പര്യം കാണിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെയും അനുമോദിക്കുന്നു. നമസ്കാരം. Thank you, Shri K. Babu, MLA sir. So we now are moving to the most pivotal moment of today's event, where the portrait of Maharaja Rajarshi Ramavarma will be handed over to Kochi Metro, Shri Vinu Koshi sir, who's here. I request Dr. Kocha Varma, who's a very senior.
Dr. Kucha Varma. Thank you, Vinu sir. The CMD of KMRL, Loknath Behra, could not join us today because of some prior commitments, but he's generously sent us a video message which we'll be playing now. I am very happy to learn that in Tripunatara, which was the kingdom of Kochi's capital, an event is being organized to commemorate the great contributions of the king, His Excellency Rajarshi Ramavarma, who ruled the Cochin state for 19 years. During his time, he could connect Kochi or Ernakulam with rail connectivity. The beauty of this project was he completely funded this from his funds and also by raising the funds from the people. Many call him as the father of Kochi modernization. He has contributed immensely to the social, cultural and other aspects of Cochin during his tenure as the king of Kochi. Some time back, it was proposed by the association constituted by the members of the royal families to install a life-size portrait of His Excellency Ramavarma, the king, in the Tripunatara metro rail station, and we agreed. They have done an excellent work in painting, an oil painting of the Maharaja, which is being handed over to the KMRL today in this function. Unfortunately, due to some public and official emergency, I am away from Cochin. My representative from the KMRL will receive this portrait on behalf of the KMRL. This will be befittingly placed at a prominent place in the Tripunatara metro rail station. People can see, and a little bit of history also will be written there to understand the contribution of this great king. Thank you, the association members and all those involved in organizing this function. KMRL remains thankful and grateful to you. Namaskaram. I'd like to invite Chandrapillai sir, chairman of GCDA. He wishes to leave a little early, so he has a couple of words to speak. Thanks a lot, sir. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ മഹത് വ്യക്തിത്വങ്ങളെ, ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിൻ്റെ ഈ ഔദാര്യത്തോട് ആദ്യം നന്ദി പറയുക. എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് 2 മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കുക. ഇന്നത്തെ ചടങ്ങ് എല്ലാ നിലയിലും വളരെ ഔചിത്യം നിറഞ്ഞ ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. രാജശ്രീ രാമവർമ്മ തമ്പുരാൻ്റെ ഛായാചിത്രം ആധുനിക കൊച്ചിയുടെ വികസനത്തിൻ്റെ ഒരു ചിഹ്നമായ മെട്രോ റെയിലിൻ്റെ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ പറഞ്ഞത് ചരിത്രപരമായ ധാരണ വെച്ചുകൊണ്ടാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ സംബന്ധിച്ചൊക്കെ ഇനി പറയും.
നല്ലതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിലും കാലിക ലോകത്ത് എല്ലാവരുടെയും മനസ്സിലത് ഇല്ലാന്നൊരു കുറവുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ളൊരു ദീർഘവീക്ഷണത്തിൻ്റെ ഉടമസ്ഥ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളത് ആംഗിൾ നോക്കിയാലേ മനസ്സിലാവും. ഞാനതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. ചെറായി രാമദാസിൻ്റെ കൊച്ചി ചരിത്രത്തിനകത്ത് മറ്റ് പലതിനേക്കാളും കൂടുതൽ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പറഞ്ഞ പലതിലും പെടാത്തൊരു കാര്യം 913 കൊച്ചിയിൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചപ്പാടോടെ ഒരു വ്യവസായ കാർഷിക പ്രദർശന പരമ്പര നടത്തിയിട്ടുണ്ട് കൊച്ചിയിൽ. അതൊക്കെ ചെയ്യണമെങ്കിൽ എത്രമാത്രം ദീർഘമായൊരു ധാരണ ഉണ്ടാകണമെന്നുള്ള കാര്യം ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് അത്യപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലുമാണ്. അന്നത്തെ കാലത്ത് അതൊരു വളരെ നീട്ടിയുള്ള ചിന്തയാണ്. പക്ഷെ അത് സാധിക്കാൻ ആവശ്യമായ ഭരണപരമായൊരു ഇച്ഛാശക്തിക്ക് ധനപരമായൊരു നേട്ടത്തിനൊക്കെ എടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് കാലാതീതമായ ഒരു മഹത്വമുണ്ട്. അതാണ് ഇത്തരമൊരു നടപടിക്ക് ഇടയാക്കുന്ന ഔചിത്യത്തിൻ്റെ കാര്യം. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഈ ചിന്ത പഴയതിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന് മെച്ചം കിട്ടണമെങ്കിൽ, ഇത് കുറെ കൂടി മൂല്യമുള്ളതാക്കണമെങ്കിൽ കൊച്ചിയുടെ യഥാർത്ഥ സാധ്യതകൾ നമ്മൾ ഇനിയും വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വേണം തുടങ്ങാൻ. കൊച്ചിയുടെ ഒരുപാട് ഭൂപരമായ പ്രത്യേകതകളുണ്ട്. അതൊരു യുണീക്ക് സ്പേസാണ്. ഇത്ര പോലും ഇല്ലാത്ത സിംഗപ്പൂരിവിടെ എത്തിയെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കൂട്ടായി അവിടെ പരാജയപ്പെട്ട് നിൽക്കുന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ കൊച്ചിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അന്ന് റെയിൽവേയിലൊക്കെ മുൻകൈയെടുത്ത ഒരു മഹത്വത്തെ നമ്മളിപ്പോൾ ആദരിക്കുമ്പോൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്ന ചിത്രം. ലോകത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക എന്നതിന് വേണ്ടി നടന്ന ശ്രമങ്ങളുടെ പകരം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവിടെ ഇടപെടേണ്ടതുണ്ട്. അതുമാത്രമാണ് ഇന്ന് ചിന്തയ്ക്ക് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന പോയത്. നമ്മുടെ ഡെമോഗ്രഫി മാറുകയാണ്. നമ്മുടെ ജനസംഖ്യയുടെ പ്രായത്തിൻ്റെ ഘടനയിലെ യൗവനത്തിൻ്റെ അധികത, അതിൻ്റെ രുചിയും ആവശ്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇടപെടുന്നില്ല എങ്കിൽ ഇവിടെ ആരും നിൽക്കില്ല. പിന്നെ നമുക്ക് കാരണന്മാർക്കൊരു ഗുണമുണ്ട്. ഈ പിള്ളേർ പോയതിൻ്റെ പുറകെ അവരുടെ ആവശ്യങ്ങൾക്കൊന്ന് പോകാം. ആ ഭാഗ്യമേ ഇപ്പോൾ ഉള്ളൂ. എല്ലാവരെയും തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായ ഒരു പരിസരത്തെ കൊച്ചിയിൽ ഉണ്ടാക്കുന്ന ചിന്തയ്ക്ക് ഈ തരം സന്ദർഭങ്ങൾ നമ്മൾ കൂട്ടായി പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്കൊപ്പം ഇത് പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. May I now invite Dr. Sebastian Joseph sir, to join us. Good evening to all of you. I think there is a fragrance of history all around this great building. President of the session, Sri Ramavarma Commemorative, President of Cochin Royal Family, Sri K. Babu MLA in his absentia, and Binu sir of Cochin Metro Rail Limited, other local self-government members of local self-government bodies, and most dignitaries in the audience, including Professor K.G. Paulo sir, and friends and fellow men. This is actually a lecture. This is a very brief lecture. I don't know whether this is qualified as a memorial lecture in that sense. Because if I want to do a memorial lecture on the illustrious role of Cochin, Ramavarma Rajarshi Maharaja, or the otherwise known as the abdicated Maharaja, who ruled Cochin from 1895 to 1914, most illustrious 18 years, which transformed the political economy of the Cochin state. I would like to change the honorific that you added to the Maharaja, not as a father of modern Cochin, but as the architect of modern Cochin. Because I think that term encapsulates the whole ideology behind the transformation of the Cochin state. Now I will speak in Malayalam, because even though Devan Verma requested me to talk in English, most of the speakers have talked in Malayalam, so I will switch over to Malayalam. എനിക്ക് രാമവർമ്മ മഹാരാജാവുമായുള്ള പരിചയം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പരിചയമല്ല,
അത് സത്യത്തിൽ തുടങ്ങുന്നത് 1993 20 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്, ആ സമയത്ത് ഞാൻ നിർത്തിക്കുന്നതാണ്. 1993 കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് ചേരുന്ന സമയത്ത് സത്യത്തിൽ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, സംഭവിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്നോട് ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു, അന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ ട്രാവൻകൂർ ഹിസ്റ്ററിയാണ് ചെയ്യുന്നത്. ട്രാവൻകൂർ ഹിസ്റ്ററിയാണ് കേരള യൂണിവേഴ്സിറ്റി റിസർച്ച് മൊത്തം നടക്കുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ പ്രൊഫസർ ഡോക്ടർ കെ കൃഷ്ണൻ പറഞ്ഞു, സെബാസ്റ്റ്യൻ അത് കോട്ടയംകാരനാണല്ലോ, കൊച്ചി ചരിത്രം ചെയ്യുക എന്നത്. സത്യത്തിൽ കൊച്ചി ചരിത്രത്തെക്കുറിച്ചുള്ള വായന വളരെ കുറച്ച് മാത്രമേ എനിക്ക് അന്നുണ്ടായിരുന്നു. അതൊരു സിനിമാറ്റിക് കോയിൻസിഡൻസ് ആയിരുന്നു, ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഇറ്റ് വാസ് എ പ്രൊവിഡൻഷ്യൽ തിങ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ചെന്നിട്ട് ആദ്യമായി ഒരു പുസ്തകമെടുത്ത് കൊച്ചിയെക്കുറിച്ച് പഠിക്കാനെടുത്ത് ചുമ്മാ വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൊച്ചിനെ. ആ ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൊച്ചിനിൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും, ഇന്ന് നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്ന കൊച്ചിൻ മെട്രോ, വളരെ ആശ്ചര്യമാണ് കൊച്ചിൻ മെട്രോ, സ്പെക്ടക്കിളാണ് കൊച്ചിയുടെ, മോഡേൺ കൊച്ചിയുടെ. പക്ഷേ അന്ന് ഞാൻ കണ്ടെത്തിയ ചരിത്രത്തിൽ കൊച്ചിൻ സ്റ്റേറ്റ്മാനിൽ സി അച്യുതമേനോൻ എഴുതിയിരുന്ന ഒരു ട്രെയിനിനെ കുറിച്ചായിരുന്നു. ആ ട്രെയിനായിരുന്നു CSFT എന്ന് പറയും, കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ, ഇല്ലെങ്കിൽ ദ ഫോറസ്റ്റ് റെയിൽവേ ഓഫ് കൊച്ചിൻ. അതൊരു നാരോ ഗേജ് റെയിൽ ലൈനായിരുന്നു. അത് മലകൾ താണ്ടി മടക്കുവഴികൾ, ദ യൂസ് ടു ഫോളോ എ 6 ലൈൻസ് ടു ക്ലൈംബ് ഓവർ ദി മൗണ്ടൻ ടെറൈൻ. മടക്കുവഴികൾ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അന്ന് അതിനെ വിളിച്ചിരുന്ന മലവണ്ടി എന്ന്. ആ മലവണ്ടി വെറും 6 വർഷങ്ങൾക്കുള്ളിലാണ് അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കപ്പെട്ടത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ കോട്ടയം എറണാകുളം റെയിൽവേ ലൈൻ ഡബ്ലിങ്ങിനെ കുറിച്ച് ഞാൻ കേൾക്കാറുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് തീർന്നത്. അപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരത്തിൽ വലിയൊരു, അതിനെക്കുറിച്ച് റെയിൽവേ ഹിസ്റ്റോറിയൻ പറയുന്നത്, ഹാഡ് ഇറ്റ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ റെയിൽവേ വണ്ടർ എന്നാണ് പറയുന്നത്. അതിന്ന് നിലവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് റെയിൽവേ വണ്ടർ ആയിരുന്നു, കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ കുറിച്ച് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന റെയിൽവേയുടെ ഷൊർണൂർ കൊച്ചിൻ എക്സ്റ്റൻഷൻ നടക്കുന്നതും രാമവർമ്മ രാജാവിൻ്റെ കാലത്താണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നേറ്റീവ് സ്റ്റേറ്റ്സിൽ റെയിൽവേ വരുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരതിന് ക്യാപിറ്റൽ മുടക്കുവാൻ വലിയ താല്പര്യം കാണിച്ചിട്ടുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് 1947 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്. 40% ഇന്ത്യയുടെ ലാൻഡ് ഓക്യുപ്പൈ ചെയ്തിരുന്ന ഈ 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. 26% ഡെമോഗ്രഫി, പോപ്പുലേഷൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലായിരുന്നു. അതുകൊണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഭരണം നല്ലതാവുകയാണ് എങ്കിൽ അത് ബ്രിട്ടീഷുകാർക്ക് വലിയ തിരിച്ചടിയാകും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പുറകോട്ട കാര്യം. അവർ ദേ ആർ സപ്പോസ് ടു ബി ദി ഏജൻസ് ഓഫ് സിവിലൈസേഷൻ, ഏജൻസ് ഓഫ് പ്രോഗ്രസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭരണകാര്യങ്ങളിൽ അവർ നിരന്തരം ഇടപെടുകയും എങ്ങനെയെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് രാജർഷി കൊച്ചിയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന, ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയപ്പെടുത്തുന്ന ഒരു റെയിൽവേ സംവിധാനത്തിനെ കൊച്ചിയിൽ കൊണ്ടുവരുന്നത്. അത് ലോക്കൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് തന്നെ. അതിനെക്കുറിച്ച് തെളിവുകളില്ലാത്ത ചില കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഇവിടെ മെൻഷൻ ചെയ്തുവെങ്കിലും ചരിത്രപരമായ തെളിവുകൾ ഇല്ലാത്തതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എങ്കിലും രാജർഷിയുടെ ഒരു ഇനീഷ്യേറ്റീവിൽ, ഒരു ഡ്രൈവിലാണ്, അത് മോട്ടീവ് ബിഹൈൻഡ് രാജർഷി എന്ന് പറയുന്നത് കൊച്ചിയെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. കൊച്ചിയെ ഓപ്പൺ ചെയ്യാനായിട്ടാണ് റെയിൽവേ കൊണ്ടുവന്നത്. കൊച്ചിയെ ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കൊച്ചിൻ ഹാർബറിൻ്റെ സർവേ പണി ആദ്യം തുടങ്ങുന്നത്. പിന്നീട് കൊച്ചിൻ ഹാർബർ വരുന്നതിൻ്റെ തുടക്കം രാജർഷിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സർസൈസിലേക്കാണ് കൊച്ചിയെ കൊണ്ടുപോയത്. ഇത് കൊച്ചിയുടെ ഗവൺമെൻ്റലായിട്ടുള്ള സംവിധാനങ്ങളെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഏൽക്കാത്ത ഒരു മേഖല പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഏൽക്കാത്ത ഒരു മേഖല പോലും ഇല്ലായിരുന്നു. വിദ്യാഭ്യാസം, നിങ്ങൾക്കറിയാം, നമ്മളെ തൊട്ടടുത്തുള്ള
മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജ് 1775-ലാണ് എലിമെൻ്ററി സ്കൂളായിരുന്നു മഹാരാജാസ് കോളേജ്. ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ ആണത് യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ ഹിസ് ഹൈനസ് ദ മഹാരാജാസ് കോളേജായി മാറുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, രാമവർമ്മ രാജർഷിയുടെ കാലഘട്ടത്തിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ്, കോഴ്സുകൾ തുടങ്ങുന്നതും അതുപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന ഹോസ്റ്റൽ തുടങ്ങുന്നത്. ഈ ഹോസ്റ്റല് തുടങ്ങി അതിൻ്റെ അതിൻ്റെ ഇനാഗ്രേഷൻ, അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് രാജർഷി ചെയ്ത ഒരു പ്രസംഗം, അതിലെ ഐ എം ഗോയിങ് ടു കോട്ട് ദാറ്റ് ഫ്രം രാജർഷി അയ്യൻ മേനോൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതിൽ നിന്ന് ഞാനൊന്ന് കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കൊച്ചിൻ മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ 1909 നവംബർ 18 അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വലിയൊരു പ്രസംഗം ചെയ്തു. അതിൻ്റെ അവസാന ഭാഗം ഇംഗ്ലീഷിലാണ്. നോ മാറ്റർ വാട്ട് കാസ്റ്റ് ആൻഡ് ക്രീഡ് ദ ബോയ്സ് ബിലോങ് ടു, those who live in the hostel, the foundation stone of which has been laid here today, I sincerely trust and hope that they will, with all their inherited differences, will, after the course of their studies and residence in this hostel, be stamped with the hallmark of hostel life, which will be a mark of sound education involving mental, moral, and physical development, as well as a mark of good citizenship, so that it may be said of them, in the words of Tennyson, that ground in the yonder social mill, they rubbed each other's ankles down. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഓർത്തഡോക്സ് എലമെൻസും എല്ലാ രീതിയിലുള്ള കൺസർവേറ്റീവ് ചിന്താഗതികളും മാറ്റിവെച്ച് ഒരു പുതിയ പൗരത്വ ബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹോസ്റ്റലിന് സാധിക്കും എന്ന് 1909 പറയണമെങ്കിൽ ആ രാജാവിൻ്റെ ദീർഘവീക്ഷണത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ശരിയല്ല ഞാൻ പറഞ്ഞത്? നമുക്ക് ഇന്ന് നിന്നുകൊണ്ട് 2024 നിന്നുകൊണ്ട് ഞാൻ ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം, രാജഭരണം വേണ്ട, രാജഭരണത്തിലേക്ക് നമുക്ക് പോകണ്ട. ശരി, രാജഭരണത്തിലേക്ക് നമുക്ക് പോകണ്ട. ആരെങ്കിലും പറയുന്നുണ്ട് രാജഭരണത്തിലേക്ക് പോകണം. പക്ഷേ രാജഭരണത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ലസ്ട്രീസ് ആയിട്ടുള്ള ഈവൻസ് ഈ കാലഘട്ടത്തിൽ ചിഹ്ന വിളക്കായി നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ ചിത്രമായിരിക്കും തൃപ്പൂണിത്തുറ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ മറിഞ്ഞത്. ഈ ചിത്രം എന്ന് പറയുന്നത് വേറെ ഒരു ചിത്രമല്ല. കെ ബാബു MLA പറഞ്ഞതുപോലെ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ പോർട്രേറ്റ് ഓഫ് എ മഹാരാജ, ദിസ് ഈസ് എ സൈൻ പോസ്റ്റ് ഓഫ് ഹിസ്റ്ററി. ഇത് ചരിത്രത്തിൻ്റെ ഒരു ചിഹ്ന വിളക്കാണ്. അതുപോലെ എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം, we have a new education policy now which relies maximum on skill education. The Maharaja who introduced vocational education in Cochin is none other than Rajarshi Ramavarma. നമ്മൾ ഇന്ന് പറയുന്ന സ്കിൽ എഡ്യൂക്കേഷൻ പ്രായോഗിക തലത്തിൽ നമ്മളെ എന്താണ് പറയുന്നത്, സാങ്കേതിക സംവിധാനങ്ങളിലും സാങ്കേതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കാലഘട്ടത്തിൽ രാജർഷി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊച്ചിയിൽ സ്ഥാപിച്ചു. അതുപോലെ വിമൻസ് എഡ്യൂക്കേഷൻ 13% വിമൻസ് എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലെ പ്രാതിനിധ്യം 13% 60 മുകളിലേക്കായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. വൈറ്റലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് വിമൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അതുപോലെ ഹെൽത്ത്, മെഡിസിൻ, കൺസേണിങ് മെഡിസിൻ, ആയുർവേദത്തിലുണ്ടായിരുന്ന കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും അലോപ്പതിയിലേക്ക് പോകുവാനായിട്ടുള്ള വലിയ വിമുഖത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അലോപ്പതിക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുകയും ഹോസ്പിറ്റൽ സിസ്റ്റം സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു ലെപ്രസി സെൻറ്റർ, അതായത് ലെപ്പേഴ്സിനെ താമസിപ്പിക്കുവാനായിട്ട് പ്രത്യേക ഒരു ലെപ്രസി സെൻറ്റർ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ പ്ലേഗിൽ നിന്നും മറ്റുള്ള മഹാമാരികളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടുള്ള ക്വാറന്റൈൻ നമ്മളിന്നാണ് സത്യത്തിൽ കൊറോണ വൈറസ് വന്ന സമയത്താണ് നമ്മൾ ക്വാറന്റൈനെ കുറിച്ച് കേൾക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ക്വാറന്റൈൻ മെഷേഴ്സ് വേണ്ടതിൻ്റെ പ്രാധാന്യം രാജർഷി ചൂണ്ടിക്കാണിക്കുകയും അത്തരത്തിലുള്ള പോളിസി തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, എല്ലാ പ്രദേശങ്ങളിലും ആരോഗ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരിസരം നല്ലതായിരിക്കണം എന്ന ആശയം ഒരു സാനിറ്ററി കൗൺസിൽസ് ഉണ്ടാക്കുക വഴി അദ്ദേഹത്തിന് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ അടക്കം അതിലേക്ക് വേണ്ട ബില്ലുകൾ പാസ്സാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ ടെനൻസി റീഫോംസിൽ ലാൻഡ് റൈറ്റ്സ് അല്ല, ലാൻഡിനുള്ള ഈൽഡിൻ്റെ റൈറ്റ്സ് അതിലെ കർഷകർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ടെനൻസി റെഗുലേഷൻ,
അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് പിടിച്ചു വെച്ച്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്താണ് മലബാർ പ്രസിഡൻസി. അവിടെ ഇത് നടത്തി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബൂമറാങ്ങായി മാറും. അവിടുത്തെ ലോഡ്സിനെ, ജന്മികളെ മുഴുവൻ അവർ ശത്രുക്കളാക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് അവർ പിടിച്ചു വെച്ചു. പക്ഷേ രാജർഷി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, അബ്ഡിക്കേഷൻ്റെ കാലഘട്ടം അടുത്തപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ടെലഗ്രാം അയച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങളിത് പാസ്സാക്കിയില്ല എങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന കാലഘട്ടത്തിൽ പറയില്ല, ഓർഡിനൻസ് എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഓർഡർ ഞാൻ ഇറക്കി പാസ്സാക്കും എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത ടെലഗ്രാമായിട്ട് അത് അപ്രൂവ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഇച്ഛാശക്തി എങ്ങനെയാണ് ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കുവാനുള്ള, കർഷകർക്ക് വേണ്ട സമൃദ്ധി, കർഷകർക്ക് വേണ്ട ജീവിതത്തിന് വേണ്ട ആവശ്യമുള്ള മെറ്റീരിയൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടണമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹാരാജാവായിരുന്നു രാജർഷി എന്ന് പറയുന്നത്. വളരെ സങ്കടകരമായി 1914 അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്തു പോവുകയാണ് ഉണ്ടായത്. അബ്ഡിക്കേഷൻസ് ആർ വെരി റെയർ ഇൻ ഹിസ്റ്ററി. സ്ഥാനത്യാഗം, രാജാവ് സ്ഥാനത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ റെയറാണ്. നിങ്ങൾക്കറിയാമോ, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, എഡ്വേർഡ് 8 എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് രാജാവ്, ഇറ്റ് വാസ് ഇൻ 1936, അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്തു. അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പ്രാവശ്യം ഡൈവേഴ്സ് ചെയ്ത മിസ്സസ് സിംസൺ എന്ന് പറയുന്ന ഒരു ലേഡിയെ വിവാഹം കഴിക്കുവാനായിട്ട് പാർലമെന്റ് അദ്ദേഹത്തിന് അവകാശം കൊടുത്തില്ല, അനുമതി കൊടുത്തില്ല. പാർലമെന്റ് ചോദിച്ചു, യു വാണ്ട് ദ വിഡോ ഓർ യുവർ ക്രൗൺ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിഡോയെ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്തു. നെപ്പോളിയൻ അബ്ഡിക്കേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? റഷ്യൻ ഇൻവേഷൻ പരാജയപ്പെടുമ്പോൾ നെപ്പോളിയൻ അബ്ഡിക്കേറ്റ് ചെയ്തു. ഇനിയുണ്ട് സാർ സെക്കൻഡ് അബ്ഡിക്കേറ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അവിടെ ഭരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോപ്പുലർ റെസിസ്റ്റൻസ് ഉണ്ടായപ്പോൾ അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ കൊച്ചിൻ അബ്ഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുടെ ഉന്നതി അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന സമയത്താണ് രാമവർമ്മ രാജാവ് ഇവിടെ സ്ഥാനത്യാഗിച്ചത് 1914. എന്തായിരിക്കും അതിന് പ്രധാന കാരണം? അതിന് പ്രധാന കാരണം എന്താണെന്ന് പല രീതിയിലുള്ള അന്വേഷണങ്ങളും ഞാൻ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1993 മുതൽ 1995 വരെ ഏകദേശം 2 വർഷക്കാലം കൊച്ചിൻ റീജിയണൽ ആർക്കൈവ്സിൽ ഇന്നപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ രേഖകൾ രാമവർമ്മ രാജാവിനെ കുറിച്ചാണ്. കൊച്ചിൻ ആർക്കൈവ്സിൽ ഏറ്റവും കൂടുതൽ രേഖയുള്ള രാമവർമ്മ രാജാവിനെ കുറിച്ചാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും അവിടെ പോകണമല്ലോ, ദേവൻ വർമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ ഫീൽഡിൽ ഒരു റിസർച്ച് സമാന്തരമായിട്ട് ചെയ്യുന്ന ഒരു റെയിൽവേ ഹിസ്റ്റോറിയൻ തന്നെയാണ്. ഞാൻ ചെന്നിരുന്ന സമയത്ത് കൊച്ചിൻ ഈ രാമവർമ്മ രാജാവിൻ്റെ ഡയറികൾ 68 ഡയറിയാണ് കൊച്ചിൻ റീജിയണൽ ആർക്കൈവ്സിലുള്ളത്. നിങ്ങൾ ഈ പോക്കറ്റ് ഡയറി കണ്ടില്ലേ? പോക്കറ്റ് ഡയറി അടക്കം, വലിയ ഡയറി അടക്കം അദ്ദേഹം കൃത്യമായി അന്നന്നത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, ഈ ഡെയിലി ലൈഫിലെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വരും കാലം കാണാൻ പോകുന്ന ഒരു ട്രാൻസ്പെറൻസി ആണെന്നുള്ളത് അറിയാൻ മേലാത്ത രാജാവായിരുന്നില്ല രാമവർമ്മ രാജാവ്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് വേറെ ആരുടെയും, ഒരു കൊച്ചി രാജാവിൻ്റെയും ഡയറി നമുക്ക് കിട്ടുന്നില്ല. ഒരു ഡയറി അവിടെ ഇല്ല, വേറെ ആരുടെയും ഡയറി ഇല്ല, രാമവർമ്മ രാജാവിൻ്റെ മാത്രമേ ഉള്ളൂ. ആ രാമവർമ്മ രാജാവിൻ്റെ ഡയറി അവിടെ വെച്ച് അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കി മാറ്റുവാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചുവെങ്കിൽ ദാറ്റ് ഷോസ് ദ ട്രാൻസ്പെറൻസി ഓഫ് ദ റൂളർ. ഈ ട്രാൻസ്പെറൻസിയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടതെന്നുള്ള ഒരു ചെറിയ ഒരു കമൻറ്റ് കൂടി ഞാൻ ഇതിനോടൊപ്പം പാസ്സാക്കുവാനായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ അബ്ഡിക്കേഷൻ നടക്കുന്ന സമയത്ത് 1914 അദ്ദേഹം അബ്ഡിക്കേറ്റ് ചെയ്യുന്നത്. അബ്ഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് മാത്രമായിരുന്നു. അത് പല രേഖകളിലും, ഒറിജിനൽ രേഖകളിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പലയിടത്തും അത് കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ട്രെയിൻ കടന്നു പോകുന്ന, ചൂളമടിച്ച് കടന്നു പോകുന്ന, അത് കാണത്തക്ക രീതിയിലൊരു സ്ഥലം അദ്ദേഹത്തിന് വേണമെന്നായിരുന്നു. മരണം വരെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന കൊച്ചി ട്രെയിൻ, ഷൊർണൂർ ടു കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് വരുന്ന ട്രെയിൻ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളത്. ദാറ്റ് ഈസ് എ ടെസ്റ്റിമോണിയൽ ടു ദി ഇഗ്നൈറ്റിംഗ് പവർ ഓഫ് ദ മഹാരാജ ഓഫ് കൊച്ചിൻ. ഈ ട്രെയിൻ കണ്ടുകൊണ്ട്. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കൊരു സൈൻ പോസ്റ്റാണ് ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രെയിൻ നമുക്കിന്നിപ്പം മെട്രോയെ കുറിച്ച് നമുക്ക് അഭിമാനപൂർവ്വം പറയാമെങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ട്രെയിൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 1902 ആ ട്രെയിനിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. ആദ്യം ഗുഡ്സ് ട്രെയിനും പിന്നീട് പാസഞ്ചർ ട്രെയിനും വന്നു. പക്ഷേ 1905 അതിന് ജസ്റ്റ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഫോറസ്റ്റ് റെയിൽവേ ഉണ്ടാകുന്നത്. ഈ ഫോറസ്റ്റ് റെയിൽവേയെ കുറിച്ച് പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനകത്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്.
ഞാൻ ഇത് ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോറസ്റ്റ് റെയിൽവേ ഇങ്ങനെ കൊണ്ടുവന്നു. എൻ്റെ ആദ്യത്തെ സംശയം ഇതായിരുന്നു, ധാരാളം മരങ്ങൾ വെട്ടിമുറിച്ച് പറമ്പിക്കുളം ഫോറസ്റ്റിനെ ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു. വീണ്ടും രേഖകൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, വെട്ടിമുറിച്ച മരങ്ങൾക്ക് എല്ലാ സ്ഥാനത്ത് അതേ തരത്തിലുള്ള മരങ്ങൾ റീപ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ ഒറ്റയടിക്ക് ചിന്തിക്കുമ്പം, ഞാൻ എംഫിൽ എഴുതിയ സമയത്ത് ഞാൻ രാജാവിന് എതിരെ എഴുതിയ ആളാണ്. ഈ രാജാവ് ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതി. പക്ഷേ പിന്നീട് തുടർ പഠനങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് മൊത്തം റീപ്ലാന്റ് ചെയ്യുകയും, അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഫോറസ്റ്റ് റെയിൽവേ വന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രകാശ് ദേവൻ വർമ്മ ഈസ് നോയിങ് ദാറ്റ് വലിയ സ്മഗ്ലിംഗ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് പ്രോഡക്ട്സിൻ്റെ വലിയ സ്മഗ്ലിംഗ് ഉണ്ടായിരുന്നു. കാട്ടിൽ പല സ്ഥലങ്ങളിലൂടെയാണ് സ്മഗ്ലിംഗ് വരുമല്ലോ. അപ്പോൾ രാജാവ് നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും ഹി മെയ്ഡ് എ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ഹി ട്രാവൽഡ് ഓൾ ത്രൂ ഔട്ട് ദിസ് റീജിയൻ ലൈക്ക് ദ ബ്രിട്ടീഷ് ട്രാവലഡ് ആൻഡ് ഇൻവെന്റഡ് ഇന്ത്യ. അങ്ങനെ കൊച്ചിയെ കണ്ടെത്തിയ അദ്ദേഹം എവിടെ പാലസിലിരുന്നല്ല, ചുറ്റി നടന്ന്. അതിനെക്കുറിച്ച് ശരിക്കും പറയുവാണെങ്കിൽ ആക്ച്വലി ഹി വാസ് ആൻ ഐറ്ററൻ സയന്റിസ്റ്റ്. ചുറ്റി നടക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു രാമവർമ്മ രാജാവ്. അങ്ങനെ കണ്ടുപിടിച്ച് എന്തൊക്കെ മരങ്ങളുണ്ട്, ആരൊക്കെയാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു കാടർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി അദ്ദേഹത്തിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനക്കൊമ്പ് കൊണ്ട് കൊടുത്തു. രാജാവ് വളരെ സ്നേഹത്തോടെ ഇത് സ്വീകരിച്ചു. അത് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ കാടർക്ക് ആ മൂപ്പൻ എന്തൊക്കെയോ സമ്മാനമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഓർഡർ വന്നു. ദ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻ്റ് ക്യാൻസൽ ചെയ്തു. അപ്പം അദ്ദേഹത്തെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവിനുള്ള അദ്ദേഹത്തിനുള്ള ആദിവാസികളോടുള്ള സമീപനം കാണും. ഞാൻ ഈ ഡയറിയിൽ, ഈ ചെറിയ ഡയറിയിൽ എല്ലാം കാണാറുണ്ട്. കാടന് വന്നു, അല്ലെങ്കിൽ മറ്റ് ആദിവാസികൾ വന്നു, അദ്ദേഹത്തിന് തേൻ കൊടുത്തു, അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുള്ള കാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിന് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി കൺസർവേറ്റർ ശരിക്കുള്ള ഡ്യൂട്ടി ചെയ്യുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു, കൺസർവേറ്ററുടെ ഒരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. ഇനി അദ്ദേഹത്തിന് വലിയൊരു താക്കീതും കൊടുത്തു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് അദ്ദേഹം നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിൽ കണ്ടെത്തിയത് യൂറോപ്യൻസ് തന്നെ സ്മഗ്ലിങ്ങിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. വെള്ളക്കാർ തന്നെ തടി കട്ടുകൊണ്ട് പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ട്രാംവേയിൽ വർക്ക് ചെയ്ത ഒരാളെ ഞാൻ 2008 ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ഇവിടെ ഈ ട്രാംവേ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാട് മൊത്തം നശിച്ചു പോയനെ. എന്തുകൊണ്ടാണ്? റോഡുകളിലൂടെയും മറ്റു സ്ഥലങ്ങളിലൂടെയും ധാരാളം മരം കട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ പോകും. യാതൊരു രീതിയിലുള്ള സർവൈലൻസും അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഒരൊറ്റ ലൈനിൽ ആണ് എങ്കിൽ ശരിക്കും അഡ്മിനിസ്ട്രേഷൻ അതിന് സർവൈലൻസ് അത് നോക്കിയെടുക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു മൂപ്പരെ, മലയൻ പോതൻ എന്ന് പറയുന്ന 91 വയസ്സുള്ള ഒരു മൂപ്പനെ ഞാൻ ചാലക്കുടിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ചാലക്കുടിക്കാർക്കൊക്കെ വലിയ ആശ്ചര്യമായിരുന്നു. ഇതൊരു സ്പെക്ടക്കിളായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന വലിയ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കാണുന്ന റോബോട്ട്സ് സംസാരിക്കുകയും അവർ നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സ്പെക്ടക്കിൾ പോലെയാണ് അന്ന് ഈ ട്രാംവേ കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു വലിയൊരു ഫിനോമിനയായിരുന്നു ഫോറസ്റ്റ് ട്രാംവേ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള എന്താണ് ഇത് പറയുന്നത് ചേഞ്ചസും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പം ഈ വളരെ ഷോർട്ട് ടൈമിൽ പറയുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടാമതൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ സൂക്ഷിക്കുന്ന ടൂർ ഡയറി എന്ന് പറയുന്നത്. ടൂർ ഡയറി കൊച്ചിയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് എന്തേലും ജോലി ഒരാൾ അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ഒരു ഗവൺമെൻറ് ഓഫീഷ്യലിനെ അറിയാൻ വേണ്ടി. രണ്ടാമതൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, ആ സമയത്തുണ്ടായിരുന്ന ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഓഫീഷ്യൽസിനെ മുഴുവൻ കണ്ടെത്തുകയും ഐഡിയൽ ഓഫീസേഴ്സിനെ കൊണ്ടിട്ട് നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് അദ്ദേഹം ആ സ്ഥാനങ്ങൾ മാറ്റുകയും ചെയ്തു. പിന്നീട് കൊളോണിയൽ ഇമ്പീരിയൽ സർവീസിൽ നിന്നും കുറേ ആൾക്കാരെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ കീഴിൽ ഇവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയും പിന്നീട് ഈ നേറ്റീവ് ഓഫീസേഴ്സിന് തന്നെ വലിയ ഓഫീസുകളിലേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുകയും ചെയ്തു. മറ്റൊന്നുള്ളത്, കൊച്ചിക്ക് ആദ്യമായിട്ടൊരു ഫിനാൻഷ്യൽ കോഡ് കൊണ്ടുവരുന്നത് രാജാവാണ്. ഫിനാൻഷ്യൽ കോഡ് കാര്യം എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ട് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. കൊച്ചിയിലെ ഒരു ഫിനാൻഷ്യൽ കോഡ് കൊണ്ടുവന്നു. കൊച്ചിയിലെ ആദ്യത്തെ അബ്കാരി റെഗുലേഷൻ പാസ്സാക്കുന്നത്, ദ ഫസ്റ്റ് അബ്കാരി റെഗുലേഷൻ ഇൻ കൊച്ചിൻ വാസ് പാസ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് രാമവർമ്മ. ആദ്യത്തെ അബ്കാരി റെഗുലേഷൻ എന്തുകൊണ്ടാണ്? ഈ സ്മഗ്ലിംഗും ഇല്ലിസിറ്റ് ട്രേഡ് ലിക്കറൊക്കെ നടക്കുന്ന സമയത്ത്, അതുപോലെ ടുബാക്കോയുടെ ഇല്ലിസിറ്റ് ട്രേഡ് നടക്കുന്ന സമയത്ത് അത് റിസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ചില നടപടികളാണ്. ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട്
കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഇനി ഒരു പാനൽ ഡിസ്കഷനൊക്കെ നടക്കാനുണ്ട് എന്നൊന്നും അധികം പറയുന്നില്ല. പക്ഷേ എങ്കിലും ചുരുക്കി 2-3 ചരിത്രപരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കൊച്ചി മോഡേൺ കൊച്ചിയുടെ ആർക്കിടെക്റ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം എല്ലാം എടുക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ഉണ്ട്. പക്ഷേ ഈ കൊച്ചിൻ സ്റ്റേറ്റിൻ്റെ മോഡേണൈസേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കിട്ടുന്ന റെക്കോർഡുകളിൽ കാണുന്ന പദങ്ങൾ, അല്ലെങ്കിൽ ഈ സാമൂഹ്യശാസ്ത്ര രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദകോശത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ദി പവർ ഓഫ് ദ ടേംസ് ആൻഡ് ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ ദീസ് ഡോക്യുമെന്റ്സ്. അതെനിക്കൊരു കാര്യം റിവീൽ ചെയ്തു തന്നു. 1895 ശേഷമുള്ള കൊച്ചിയുടെ രേഖകൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്ന പ്രധാന വാക്കുകളാണ് സയൻസ്, സയൻറ്റിഫിക് ഒബ്സർവേഷൻ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, എക്കണോമിക് ബോട്ടണി, ലോക്കോമോട്ടീവ്സ്, റെയിൽവേസ്, ട്രാംവേ, കൺസർവേഷൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്ട്രി സയൻസ്, ഫോറസ്റ്റ് സ്കൂൾസ്, വിമൻസ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, മെന്റൽ ഹോസ്പിറ്റൽ, ലോക്കൽ ഗവേണൻസ്, എൻലൈറ്റൻമെന്റ് ആൻഡ് കോഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ദിസ് ഈസ് എ ടെസ്റ്റിമണി. നമ്മൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്ന ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതിനു മുമ്പ് കൊച്ചിയുടെ ചരിത്രത്തിൽ ഇത് കാണുന്നില്ല. ഞാൻ അമ്പരന്ന ഒരു കാര്യമുണ്ട്. I am a fan of Professor A. Sridharan Menon, who wrote a survey of Kerala history. ഓരോ സാറിന് അറിയാം. ആ സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്ത് കേരളത്തിലെ കുട്ടികളെല്ലാം ചരിത്രം പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി. ശ്രീധരൻ മെനൺ, ബ്യൂട്ടിഫുൾ ബുക്ക്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. There is only one mention about this Maharaja. ആ മഹാരാജയെ കുറിച്ചുള്ള മെൻഷൻ എന്താണെന്നറിയോ? ഹി അബ്ഡിക്കേറ്റഡ് ദ ത്രോൺ ഇൻ 1940. മറ്റൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദിവാൻമാരെ കുറിച്ച് വലിയ രീതിയിൽ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ട് സാറിന് ഇങ്ങനെ ഒരു ഒമിഷൻ സംഭവിച്ചു എന്ന്. അദ്ദേഹം ഇന്നില്ല, എല്ലാവരും നേരിട്ട് ചോദിക്കാൻ വരുന്നു, വൈ ഡിഡ് യു ഒമിറ്റ് മഹാരാജ ഹിസ് ഹിസ്റ്ററി എന്ന് ചോദിക്കാൻ. പക്ഷേ എനിക്ക് കണ്ടെത്താൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു വരുന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പാഷൻ, ഒരു ഫയർ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഘടനാപരമായ മാറ്റം, എ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ കൊച്ചിയുടെ ചരിത്രത്തിൽ കൊണ്ടുവരേണ്ട രാജാവ് സാധിച്ചു. റെക്കോർഡുകൾ സത്യം പറയുന്നുണ്ട്. നമുക്ക് ധാരാളം ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ സംസാരിക്കാം. പക്ഷെ ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പം ചരിത്രകാരന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയും ചരിത്ര സംഭവങ്ങളും ചരിത്ര വാക്കുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു രാമവർമ്മ രാജാവിൻ്റെ കാലഘട്ടം 1895 to 1914. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കറസ്പോണ്ടൻസുകളുടെ മൊത്തം നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നൊരു കാര്യം, ഹി വാസ് വെരി ഫ്രണ്ട്ലി വിത്ത് ദ ബ്രിട്ടീഷ്. ബട്ട് ഹി ഫോളോഡ് എ പോളിസി, ഇൻ മൈ വേർഡ്സ്, എ റെസ്പെക്ട്ഫുൾ ഡിഫറൻസ്. വളരെ ആദരവോടുകൂടിയുള്ള ഒരു അകൽച്ച രാജാവിന് ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്നു. ആ അകൽച്ചയ്ക്ക് ഒരു ഫലമുണ്ട്. 1903 ഡർബാറിൽ പങ്കെടുക്കുവാനായിട്ട് ഡൽഹിയിൽ ചെന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് എംപയർ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനും ഇലസ്ട്രീസുമായിട്ടുള്ള, ഏറ്റവും എൻലൈറ്റൻഡുമായിട്ടുള്ള, എന്നാൽ ചില സമയത്ത് വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്ന ഒരു പ്രഭുവായിരുന്നു ലോർഡ് കഴ്സൺ. നിങ്ങൾക്കറിയാലേ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അത് കഴിഞ്ഞ് അതിട്ട് 1911 അത് അനലി ചെയ്ത് അത് വീണ്ടും ഒരുമിച്ച് കൂട്ടി. ലോർഡ് കഴ്സൺ പങ്കെടുക്കേണ്ട ഒരു ദർബാറിൽ അദ്ദേഹം ഡൽഹിയിൽ ചെന്ന സമയത്ത് അവിടെ ചെന്നു. ഈ രാജാക്കന്മാർ, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ രാജാക്കന്മാരെല്ലാവരും ഉണ്ട്. കഴ്സൺ വരാൻ താമസിച്ചു. 1 മണിക്കൂറായി കഴ്സൺ വരുന്നില്ല. അദ്ദേഹം അക്ഷമനായി. അദ്ദേഹം എഴുന്നേറ്റു. ബോയ്ക്കോട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത് തിരുവാങ്കൂർ രാജാവ് അവിടെ ഇരിക്കുന്നത്. തിരുവാങ്കൂർ മഹാരാജ് പറഞ്ഞു, പോകണ്ട, ഇരിക്കും, നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി അത് സമ്മതിച്ചില്ല. പുള്ളി ഇറങ്ങിപ്പോയി. രാജാവ് ഇറങ്ങിപ്പോയി നടന്നു വരുന്ന സമയത്ത് കഴ്സൺ പ്രഭു വരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് വൈ മഹാരാജ വയ്യൊരു. കഴ്സൺ പ്രഭുവിന് ഏറ്റവും ആദരവുണ്ടായിരുന്ന കൊച്ചി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ മോഡൽ കൊച്ചി സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. കൊച്ചിക്ക് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് മോഡൽ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ മോഡൽ ഫോർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്, ദാറ്റ് ഈസ് കൊച്ചിൻ എന്ന് പ്രൊക്ലെയിം ചെയ്ത ആളാണ് ആര്? കഴ്സൺ പ്രഭു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ കുതിരപ്പുറത്ത് നിന്ന് വീണു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം പറ്റിപ്പോയി, അതുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കഴ്സൺ പ്രഭു ദർബാർ ഹാളിൽ ചെന്ന ശേഷം ആദ്യം പറഞ്ഞത്, ഐ പ്രൊഫ്യൂസ്ലി റിഗ്രറ്റ് ഫോർ ദീസ് ബീയിങ് ലേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് നല്ല പ്രൊഫ്യൂസ്ലി ബീയിങ് ലേറ്റ് എന്ന് പറയുന്ന ഒരു റിഗ്രറ്റ് പറയുവാൻ അദ്ദേഹത്തെ സത്യത്തിൽ സ്വാധീനിച്ച മഹാരാജാവായിരുന്നു രാമവർമ്മ രാജാവ്, രാജർഷി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാജാവിന് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സയൻസിനോട് താല്പര്യം,
ബ്രിട്ടീഷുകാരുടെ ടെക്നോളജിയോട് താല്പര്യം, അതേ സമയത്ത് തന്നെ മറ്റു യൂറോപ്യൻസിനോടും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സമീപനം അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ ടെക്നോളജി, ജർമ്മൻ ലോക്കോമോട്ടീവ്സ് ആണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ റെയിൽവേയിലും ഓറൻസ്റ്റൈൻ കോപ്പലിൻ്റെ ലോക്കോമോട്ടീവ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് ഇദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പാണ്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കൃതം അറിയാം, സംസ്കൃതത്തിൽ വലിയ പ്രാവീണ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ രാജർഷി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്കോളർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് തിലകൻ പറഞ്ഞ കാര്യമൊക്കെ നേരത്തെ ഇവിടെ ആരോ കമൻറ്റ് ചെയ്തു. പക്ഷെ അതൊന്നുമല്ല, ഇതെല്ലാം അറിയാമെങ്കിലും അദ്ദേഹത്തിന് ഒരു സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു ഗ്ലോബൽ സെൻസിബിലിറ്റി. കൊച്ചിയുടെ ജിയോഗ്രാഫിക്കൽ പൊസിഷനെ കുറിച്ച് ഏറ്റവും ആദ്യം കൃത്യമായി ഒരു രൂപരേഖ ഉണ്ടാക്കി അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ഒരു മഹാരാജാവായിരുന്നു രാമവർമ്മ മഹാരാജാവ്. കൊച്ചിക്ക് ഒരു ജിയോ പൊസിഷനുണ്ട്, കൊച്ചിക്ക് കടൽ മാത്രമല്ല വനങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുകയും കൊച്ചിയുടെ മൊത്തം അഭിവൃദ്ധിക്ക് വേണ്ടി നാച്ചുറൽ റിസോഴ്സിനെ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു പോളിസി, ഒരു മോഡൽ സ്റ്റേറ്റിൻ്റെ പോളിസി അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്ന രാജാവാണ് ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ് മേക്കർ ഓഫ് മോഡേൺ കൊച്ചി എന്നുള്ള വാക്കുകളൊക്കെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ സമയത്ത് ഒരു മോഡേൺ കൊച്ചിൻ ഉണ്ടാകുന്നത് എനിക്ക് യാതൊരു പിടിയുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ വാസ് ജസ്റ്റ് എ കൺസോളിഡേറ്റ് ചെയ്തു, പൊസഷൻസ് ഒക്കെ കൺസോളിഡേറ്റ് ചെയ്തു. പക്ഷെ കൊച്ചിയെ ആധുനിക കൊച്ചിയാക്കി മാറ്റിയത് വിദ്യാഭ്യാസത്തിലൂടെയും സാങ്കേതിക മികവിലൂടെയും ഒരു പുതിയ സമീപന രീതിയിലൂടെയും എൻലൈറ്റൻമെന്റിലൂടെയും മാറ്റിയെടുത്ത് രാജാവ് രാമവർമ്മ തന്നെയായിരുന്നു, രാജാ രാമവർമ്മ തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് there is no sense in going back to monarchy, but there is a greater sense in taking instances from history. In that sense, this memorial particular ceremony is a great event in the history of Kerala, in the history of India, and I wish that seeing this portrait, new studies will emerge. ഇതിങ്ങനെ ഒരു ചിന്ന വിളക്കായിട്ട് തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കൂടുതൽ പഠനങ്ങൾ ത്വരിതപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ മെമ്മോറിയൽ ടോക്ക് ഞാൻ പറയുന്നില്ല, ഇവിടെ പറഞ്ഞെങ്കിലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ ഐ പ്രൊഫ്യൂസ്ലി താങ്ക് Devan Varma, my friend, for giving me an opportunity to talk to you. Thank you so much.